സുബൈ നിസ്കരിക്കാതെ കിടന്നുറങ്ങും. സുബൈ നിസ്കരിക്കാതെ കിടന്നുറങ്ങും. വല്ലാഹി സത്യം, സുബൈ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർക്ക് അവർക്ക് ദാരിദ്ര്യമാണ്, അവർക്ക് നാശമാണ്, അവർക്ക് അന്നത്തെ ദിവസം ഇടങ്ങേറ്. സുബൈക്കരിക്കൂല, പള്ളിയിൽ പോകൂല, കിണർ കുത്താൻ നേരത്ത് ഈ ദിവസം കൊള്ളാം, ദിവസം കൊള്ളാം, പെടുത്താൻ പോലും കഴിയൂല. എന്റെ മോളെ കല്യാണമാണ് 21-ാം തീയതി. ഉസ്താദ് കൊള്ളാവോ നോക്കും. ഇതെന്താ അള്ളാഹു കൊള്ളാവുന്ന ഡേറ്റൊക്കെ നമ്മളെ ഏൽപ്പിച്ചേക്കാണ്. നീ നിസ്കരിച്ചോ സുബൈ? നീ സുബൈ നിസ്കരിച്ചോ? നീ സുബൈ നിസ്കരിക്കാതെ ദിവസം നീ നോക്കുന്ന? സുബൈ നിസ്കരിക്കാതെ വണ്ടി എടുക്കാൻ പോ, ലോൺ കൊടുത്ത് വണ്ടി എടുത്തു, ലോൺ എടുത്തു, ഓട്ടോറിക്ഷ, പുതിയൊരു ഓട്ടോറിക്ഷ എടുത്തു. 3 ലക്ഷം രൂപയുടെ ഓട്ടോറിക്ഷ, 2 ലക്ഷം രൂപ ലോൺ, 1 ലക്ഷം രൂപ പെണ്ണുമ്പിള്ളയുടെ താലി പണയം വെച്ച് കൊണ്ടുകൊടുത്തു. അതും പണയം വെച്ചിട്ട് എടുത്ത് ഉസ്താദേ വണ്ടി എടുക്കാൻ പറ്റിയ സമയം പുറത്തെടുക്കാൻ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉസ്താദേ പുറത്തെടുക്കാൻ പറ്റിയ സമയം ഏതാ? സംഭവം മൊത്തം പലിശയുടെ മുകളിലാണ്. എന്നിട്ട് നേരെ പള്ളിയിൽ കൊണ്ടുവരും. ഉസ്താദ് അല്ലാഹു ഈ പലിശയ്ക്ക് ബർക്കത്തിയാണെ ഉടച്ചോനെ, ഈ പലിശയുടെ വണ്ടിയിൽ ഹയറിയാണ് അല്ലേ? സംഭവം ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ബർക്കത്ത് ഇതിലുണ്ടാവുക? ലോൺ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് എന്ത് മീൻ കച്ചവടം ചെയ്യുന്ന ലോൺ എടുത്ത് വണ്ടി എടുത്ത് പെട്ടിയോട്ടോ എന്ന് കടം തീരും, എന്ന് കടം തീരും. ലോൺ എടുത്തിട്ട് മക്കളുടെ കല്യാണം അടിച്ചു പൊളിക്കും, ഗാനമേള അടിച്ചു പൊളിക്കും. എന്ന് നിങ്ങളുടെ ഇടങ്ങേറ് തീരും, എന്ന് നിങ്ങളുടെ ദാരിദ്ര്യം തീരും? ഒരിക്കലും തീരൂല. ബർക്കത്തുണ്ടാവൂല. എവിടെ ബർക്കത്ത്? എവിടെ ബർക്കത്ത്? നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകണോ? സുബഹി നമസ്കരിക്കുക. സുബഹി നമസ്കരിച്ചിരുന്ന യാസീനോദ്. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. 3 പ്രാവശ്യം വീതം പറ. മഗ്രിബ് വരെ അല്ലാഹു നിന്റെ സംരക്ഷണം ഏറ്റെടുക്കും. മഗ്രിബ് മുതൽ നീ ബാക്കി ഓതാനുള്ളത് ഓത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ മുൽക്ക് ഓതും, സൂറത്തുൽ വാഖിയ ഓതും, സൂറത്തുൽ ദുഖാൻ ഓതും, സൂറത്തുൽ സജ്ദ ഓതും. നമ്മൾ എവിടെ ഓതി? സൂറത്തുൽ ദുഖാൻ ഓതിയാൽ ലാ യദ്ഖുലുൻ നാറ, നരകത്തിൽ പ്രവേശിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖമർ ഓത്. മൻ ഖറഅ സൂറത്തുൽ ഖമരി ലൈലതൻ ഗിബ്ബൻ, ഇടയ്ക്കിടയ്ക്കോ എല്ലാ രാത്രിയോ ഒന്നിടവിട്ടോ ആരെങ്കിലും സൂറത്തുൽ ഖമർ പാരായണം ചെയ്താൽ ലഖിയല്ലാഹു തആല വവജ്ഹുഹു ഖൽ ഖമരി ലൈലത്തുൽ ബദർ, 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായിട്ട് അല്ലാഹു കണ്ടുമുട്ടാൻ ഇവന് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറത്തുൽ ഖമർ ഓത്, സൂറത്തുർ റഹ്മാൻ ഓത്. കല്യാണം നടക്കണോ? കല്യാണം നടക്കണോ? കല്യാണം നടക്കുന്നില്ല, കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആലിന്റെ മൂലയിൽ മണ്ടയിൽ കൊണ്ടുപോയി തൊട്ടി കെട്ടിയിട്ടൊന്നും കാര്യമില്ല, അവിടെ കൊണ്ട് പട്ടി കെട്ടി വെച്ചിട്ട് കാര്യമില്ല. കല്യാണം നടക്കണോ? നല്ല നിയത്തോടെ ഇബാദത്ത് ചെയ്ത് ഖുർആനിലൂടെ നിന്റെ കല്യാണം അല്ലാഹു നടത്തി തരും. സൂറത്തുർ റഹ്മാൻ നീ പാരായണം ചെയ്യ്, സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യ്. നരകത്തിൽ പോകാതെ ഖബർ മുതൽ നിനക്ക് സ്വർഗം വരെ അല്ലാഹു നിന്നെ സംരക്ഷിക്കണോ? ഖബറിൽ ആരും നിന്നെ സഹായിക്കാനുണ്ടാവില്ല. ആ ഖബറിൽ നിനക്ക് സംരക്ഷണം വേണമെങ്കിൽ സൂറത്തുൽ മുൽക്ക് ദിവസം തോറും ഓതിയിട്ട് കിടക്ക്. സൂറത്തുൽ മുൽക്ക് ഓത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി വജത്തു ഫീ കിതാബില്ലാഹി സൂറത്തൻ വഹിയ 30 ആയ മൻ ഖറഅഹാ ഇൻദ നൗമിഹി കുതിബ ലഹു 30 ഹസന വമുഹിയ അൻഹു 30 സയ്യിഅ വറുഫിഅ ലഹു 30 ദറജ വബഅസ അല്ലാഹു ഇലൈഹി മലകൻ മിനൽ മലായിക ലിയഹ്ഫളഹു മിൻ കുല്ലി ഷൈഇൻ ഹത്താ യസ്തൈഖിള വഹുവ തുജാദിലു വഹുവ മുജാദിലത്തുൻ തുജാദിലു അൻ സാഹിബിഹാ ഫീ ഖബ്രിഹി ഔ കമാ ഖാല അലൈഹി സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് കാണുകയുണ്ടായി. ആ സൂറത്ത് 30 ആയത്താണ്. ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് അത് പാരായണം ചെയ്താൽ കുത്തിബ ലഹു 30 ഹസന, 30 നന്മ അല്ലാഹു തആല അവന്റെ പേരിൽ രേഖപ്പെടുത്തും. വമുഹിയ അൻഹു 30 സയ്യിഅ, 30 തെറ്റുകളെല്ലാം ഡിലീറ്റ് ആക്കി കളയും. ക്ലിയർ ചാറ്റ് അടിക്കും. ഇന്ന് നമ്മൾ ചെയ്ത 30 തെറ്റ് അല്ലാഹു എടുത്തു കളയും. വറുഫിഅ അൻഹു 30 ദറജ, 30 പദവി അല്ലാഹു സ്വർഗ്ഗത്തിൽ അവന് ഉയർത്തി കൊടുക്കും. മാത്രമല്ല രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ വബഅസ അല്ലാഹു ഇലൈഹി മലകൻ മിനൽ മലായിക, മലാഖമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അല്ലാഹു അവന്റെ ബെഡ്റൂമിലേക്ക് അയച്ചിട്ട് അവനെ സുബഹി വരെ, നേരം വെളുക്കും വരെ എല്ലാ ഇടങ്ങേറിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു തആല ഏർപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല ഈ ദുനിയ
ദുനിയാവിൽ നിന്ന് അവൻ മരിച്ചുപോയി, അവൻ ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ വന്ന് കിടക്കുമ്പോ എല്ലാവരും അവനെ വിട്ട് പിരിയുന്ന സമയത്ത് ആ ഖബറിന്റെ ഉള്ളിലത്തെ ചോദ്യത്തിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും ഇവനെ സംരക്ഷിക്കാൻ ഈ സൂറത്തുൽ മുൽക്ക് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് രാത്രി തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ രാത്രി ഓതിട്ട് കിടക്കണം. കടം വരാതിരിക്കണമെങ്കിൽ സൂറത്തുൽ വാഖിയ ഓതണം. രോഗം വരാതിരിക്കണമെങ്കിൽ സൂറത്ത് യാസീൻ ഓതണം. ശൈത്താൻ പോണെങ്കിൽ സൂറത്തുൽ ബഖറ ഓതണം. വീട്ടില് സൂറത്തുൽ ബഖറ ഓതണം. എല്ലാ ദിവസവും 2.5 ജുസുവാ. ഇത്തിരി പണിയുള്ള കാര്യമാണ് ഇതൊക്കെ. ചുമ്മാ ഒരു തകടും കൂടി തീരുന്ന കാര്യമല്ല ഇത് പെട്ടെന്ന് തകടും കൂടിനകത്ത് തീർക്കാറാണ് നമ്മൾ നോക്കുന്നത്. സൂറത്തുൽ ബഖറ 2.5 ജുസ് മക്കളെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. എല്ലാവർക്കും കൂടെ ചേർത്തിട്ട് വാപ്പ ഒരു ജുസോത്, ഉമ്മ ഒരു ജുസോത്, മക്കളൊരു ജുസോത്, അല്ലെങ്കിൽ എല്ലാം കുറച്ചിരുന്ന് ഉറക്കവത്, വീട്ടിൽ ഉറക്കവത്. ശൈത്താൻ അവിടുന്ന് പമ്പ കിടക്കും. ശൈത്താൻ ഓടും അവിടുന്ന്. ഉറക്കവത് സൂറത്തുൽ ബഖറ. എന്തിനാ പേടിക്കുന്നത്? രോഗം മാറാൻ, ദാരിദ്ര്യം മാറാൻ, കടം മാറാൻ, വിഷമം മാറാൻ, പ്രയാസങ്ങൾ മാറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന സമയത്ത് നബിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, ഭയങ്കര മനപ്രയാസമായിരുന്നു. പടച്ചവനെ, ഞാൻ മദീനയിൽ പോയാൽ എന്നെ ആര് സംരക്ഷിക്കാനാണ്? ആരെന്നെ ഏറ്റെടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആയത്തിറങ്ങി, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വ ഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. മുഹമ്മദേ, ഓദിക്കോ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്ക്, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്ക്, ആ നമസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കരിക്ക്, സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓത്. ഈ ഖുർആൻ ഓതുന്നതിലൂടെ നിനക്ക് പരിപൂർണമായ സമാധാനം ഉണ്ടാകും. പരിപൂർണമായ സമാധാനം ഉണ്ടാകും. അല്ലാഹ് ഇറക്കിയ ആയത്താണ്. ഈ ഖുർആൻ ഓതിയാൽ നമുക്ക് സമാധാനം ഉണ്ടാകും, നിസ്കരിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. അല്ലാഹ് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ എത്തിയപ്പോ നബി തങ്ങൾക്ക് ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എല്ലാ നിലയ്ക്കും സമസ്ത മണ്ഡലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ നബി തങ്ങൾക്ക് വിജയിപ്പിച്ചു കൊടുത്തു. മദീനയുടെ മണവാളനായി ഇന്നും അവിടെ കഴിഞ്ഞുകൊടുന്നു. മാ ബൈന ഖബ്രി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗമാണെന്ന് പറയുന്നു. ഖുർആൻ ഓതിന്റെ മഹത്വമാണ്. ഇഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓത് നിങ്ങളുടെ വീടുകളിൽ. ഖുർആൻ ഓത്. 100 ആയത്തെങ്കിലും ഓതിയില്ലെങ്കിൽ ഈ ഖുർആൻ നമ്മളെ ശപിക്കും, നമ്മുടെ വീട്ടിൽ ഇരുന്ന് ശപിക്കും ഈ ഖുർആൻ. ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന വമൻ ജഅലഹു വറാഅഹു സാഖഹു ഇലൻ നാർ. ഖുർആനിനെ മുന്നിൽ നിർത്തിയിട്ട് അതിന്റെ പിന്നിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ഈ ഖുർആൻ ഇമാമായി നിന്ന് നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടെത്തിക്കും. മറിച്ച് ഖുർആൻ പൊതിഞ്ഞ് ഷോക്കേസിൽ വെച്ചിട്ട് അതിന്റെ മുന്നിലൂടെ നമ്മളെ വിളയാട്ടം, അവിടുത്തെ കളിയും ചിരിയുമാണെങ്കിൽ ആ ഖുർആൻ നമ്മളെ തള്ളി നരകത്തിൽ കൊണ്ടിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ ഞാൻ 3 ജുസ് ഓതാൻ പറ്റില്ലെങ്കിൽ 1 ജുസെങ്കിലും ഓതിക്കൂടെ? അല്ല, 1 ഖത്തെങ്കിലും ഒരു ദിവസം 1 ജുസ് ഓതിക്കൂടെ? എന്താ 1 ജുസ് ഓതോ? 1 ഖത്തം തീർക്കാമോ? ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 1 ഖത്തം തീർക്കാം. എളുപ്പം ഒരു വഴി പറഞ്ഞുതരാം. സുബഹി നിസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ, മൊത്തം 10 പേപ്പറാ 1 ജുസ്, 10 പേപ്പർ. സുബഹി നമസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ. ജസ്റ്റ് വാട്സപ്പിൽ തിരിയുന്നത് പോലെ തിരിഞ്ഞാൽ മതി. വാട്സപ്പ് സെർച്ച് ചെയ്യുന്ന പോലെ ചുമ്മാ സെർച്ച് ചെയ്താൽ 2 പേപ്പർ. സുബഹി നമസ്കാരം കഴിഞ്ഞ് എന്നിട്ട് പോയി കിടന്നുറങ്ങി. ളുഹർ നിസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ. അസർ കഴിഞ്ഞ് ഒരു 2 പേപ്പർ, 5 മിനിറ്റ്, 5 മിനിറ്റ് 2 പേപ്പർ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയമാണ്. നോമ്പ് തുറന്നിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞ് തറാവീഹിന് പോകുന്നതിന് മുമ്പ് സമയമുണ്ടല്ലോ. നേരത്തെ ഒതുവൊക്കെ എടുത്ത് റായത്തെ തറാവീഹിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് മൊബൈൽ നോക്കാൻ സമയം. ഏത് നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിലാ, പിന്നെ വിളിക്കാനുണ്ടോ? നിസ്കാരത്തിലാണ് ഒരാൾ മൊബൈൽ, ഞങ്ങളുടെ പള്ളിയിൽ ഒരാൾ മൊബൈൽ, തമ്പുരാനെ നിസ്കാരത്തില പിന്നെ വിളിക്കാം. മൊബൈല് നോക്കാൻ ആർക്കും വിഷമമില്ല, ഒരു പ്രയാസവും ഇല്ല. റമദാനിലെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചേക്കും. തറാവി നിസ്കരിക്കും മൊബൈലിൽ ഫ്രണ്ടിൽ. ഉസല്ലിലിൽ ജവാൽ, മൊബൈലിന് വേണ്ടി നിസ്കരിക്കുന്നുള്ള നിയത്തിലാണ്. അതിങ്ങനെ ബ്ലിങ്കിങ് അടിക്കും. ഈ ബ്ലിങ്കിങ് അടിക്കുമ്പോൾ അറിയാം ആരാ വിളിക്കുന്നുള്ളത്. 2 റക്അത്ത് കഴിഞ്ഞ് മെല്ലെ അതും പൊക്കി എടുത്തിട്ട് അങ്ങോട്ട് പോകും. ഈ പണ്ടാരം ഓഫാക്കി വെക്കണം ഈ സമയത്ത്. അത് എടുക്കുക, എങ്ങനെങ്കിലും എമർജൻസി കോൾ വരും.
എങ്ങനെ നമുക്ക് പിന്നെ നിസ്കാരം അവിടെ പോയി 2 റക്അത്ത് പോയത് ഓഫാക്കി വെച്ച തീർന്നു. യാ അല്ലാഹ്, നേരത്തെ റമളാനിന്റെ മുന്നൊരുക്കം നേരത്തെ ശഅബാനിന്റെ അവസാനത്തെ ഒരു 2-3 ദിവസം മുമ്പ് നിങ്ങൾ പറയണം. ഹലോ, പിന്നെ ഈ 1 മാസം ഇനി എന്നെ കിട്ടാൻ വലിയ പാടാ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരത്തെ ഒരു മെസ്സേജ് ഇട്ടേച്ചാൽ മതി. ഞാൻ പിന്നെ എപ്പോഴും സൗകര്യം പോലെ നിങ്ങൾ വിളിച്ചാൽ ഒന്നും കിട്ടൂല. കച്ചവടക്കാരും ബിസിനസ്സുകാരും കാമുകന്മാരൊക്കെ ആദ്യം നേരത്തെ സെറ്റാക്കി വെച്ചേരെ. എല്ലാം സെറ്റ് ഓക്കെ ആക്കി വെച്ചേക്കണം. പിന്നെ റമളാൻ മാസത്തിൽ കിടന്ന് ആ നല്ല മുബാറക്കായ മാസത്തിന്റെ രാപ്പകലുകൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എനിക്കതേ പറയാനുള്ളൂ. അതുകൊണ്ട് 2 പേപ്പർ അസർ, 2 പേപ്പർ മഗ്രിബ്, 2 പേപ്പർ ഇശ തീർന്നായി. 2-10 ഒരു ജുസുആയി. ഈസി അല്ലേ? ഈസി അല്ലേ? ഈസി അല്ലേ? ഓത്, എല്ലാ ദിവസവും ഓത്. ഈ ഖുർആനുമായിട്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. 2 പേപ്പർ, ജസ്റ്റ് 5 മിനിറ്റ്, 5 മിനിറ്റ് ഉള്ളി. അപ്പൊ 25 മിനിറ്റ് ആയി. നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം. ഒരു ജുസു ഓതി തീർക്കാൻ പറ്റും. അതുകൊണ്ട് റമളാൻ മാസത്തിൽ ഖുർആൻ പാരായണം നമ്മൾ നടത്തണം. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറയാം എല്ലാവരും. കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യണം, കൂടുതൽ തൗബ ചെയ്യണം, കൂടുതൽ തൗബ ചെയ്യണം. നമുക്ക് റമളാനിൽ കിട്ടിയ ഒരു ചാൻസ് ആണ്, റമളാനിൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് റമളാൻ വരുന്നതിന് മുമ്പേ നമ്മൾ അതിന്റെ തലേ ദിവസമേ ഇരുന്നിട്ട് ഇതെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നിയത്ത് ചെയ്ത് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഇൻഷാ അല്ലാഹ് റബ്ബേ ഈ ഒരു മാസം എനിക്ക് റാഹത്ത്. അതിനാണ് ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ റജബിൽ ശഅബാൻ ബർക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാല് ഇബാദത്ത് ചെയ്യാനും ഖുർആൻ ഓതാനും റമളാനിനെ തയ്യാറാക്കാൻ ഒരു പ്രതിജ്ഞ എടുക്കാനും നീ എനിക്കൊരു ഭാഗ്യം തരണേ അല്ലാഹ്, അതിനൊരു ആഫിയത്ത് തരണേ അല്ലാഹ്, ആരോഗ്യം തരണേ അല്ലാഹ് എന്നാണ് ആ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ റമളാനിന് മുമ്പ് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എല്ലാവരും എടുത്തിട്ട് വേണം അസ്സലാമു അലൈക ശഹ്റ റമളാൻ അഹ്ലൻ യാ റമളാൻ എന്ന് പറഞ്ഞിട്ട് ആ റമളാനിനെ നമുക്ക് വരവേൽക്കേണ്ടത്. അതിനുള്ള ഭാഗ്യവും അതിനുള്ള തൗഫീഖും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും അല്ലാഹ്ക്ക് പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു റമളാനെ വരവേൽക്കുവാനും ആ റമളാനിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി പൂർത്തീകരിക്കുവാനും അതിലൂടെ റമളാൻ നമുക്ക് നാളെ ആഖിറത്തിൽ സാക്ഷ്യം വഹിക്കുന്ന, അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന റമളാനിന്റെ പ്രവൃത്തി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കാഴ്ചവെക്കാനും അവസാനം ആ റമളാനിനോടൊപ്പം സ്വർഗത്തിൽ പോകാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നീ സൂക്ഷിക്കണം. هل يكب الناس في مناخرهم هل يكب الناس على مناخرهم في نار جهنم إلا حصائد ألسنتهم. ജനങ്ങളിൽ അധികം പേരെയും നരകത്തിലേക്ക് മുഖം കുത്തപ്പെട്ട നിലയിൽ വലിച്ചെറിയപ്പെടുന്നത് ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊയ്തെടുത്ത പാവങ്ങളാണ്. നാവ് മോശമാകുമ്പോഴാണ് ജയിലിൽ പോകേണ്ടി വരുന്നത്. നാവ് മോശമാകുമ്പോഴാണ് ചീത്തവിളി കൂടുന്നത്. നാവ് മോശമാകുമ്പോഴാണ് അവിടെ കേസും വഴക്കുണ്ടാകുന്നത്. നാവ് മോശമാകുമ്പോഴാണ് പകയും സ്പർദ്ധയും വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയും നമുക്കൊരു റീചാർജ് ആണ് അല്ലാഹ് ചെയ്യിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. നിങ്ങൾ നല്ല വർത്തമാനം പറയണേ, കളവ് പറയരുത് കേട്ടോ. കളവ് പറയരുത്, പരിഹസിക്കരുത്, കളിയാക്കരുത്, ഇരട്ടപ്പേരിട്ട് വിളിക്കരുത്. ഖുർആനല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅസ اسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് കേട്ടോ. നമ്മളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നതെന്നൊക്കെ പറയും, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് എന്ന് പറയും, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്ന പറയും. ഇത് അള്ളാഹ് നമ്മളോട് പറയുന്ന സംസാരമല്ലേ? അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാല് നമ്മൾ ഈമാനിൽ നിന്ന് പുറത്തു പോയവരെ കുറിച്ചാണോ ചർച്ച? ഈമാനുള്ള നമ്മളോടാണ് അള്ളാന്റെ ചർച്ച. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കളിയാക്കരുത്, പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. പ്രത്യേകമായ ആക്ഷേപവും അധിക്ഷേപവും സ്ത്രീകൾക്ക് കൂടുതലായതുകൊണ്ട് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ ആക്ഷേപിക്കരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്, അധിക്ഷേപിക്കരുത് കേട്ടോ. അധിക്ഷേപിക്കപ്പെടുന്ന സ്ത്രീകൾ അധിക്ഷേപിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാം. കളിയാക്കാൻ പാടില്ല.
വലാ തനാബസൂ ബിൽ അൽഖാബ്, അവർക്കെതിരെ കൊഞ്ഞണം കുത്തരുത്, അവർക്കെതിരെ ആംഗ്യം കാണിച്ച് കളിയാക്കരുത്, രഹസ്യമായിട്ടും പരസ്യമായിട്ടും കണ്ണുകൊണ്ട് കോഷ്ടി കാണിക്കരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ ഇരട്ട പേര് അവർക്ക് ഇഷ്ടമില്ലാത്ത പേരിട്ട് വിളിക്കരുത് കേട്ടോ. അള്ളാഹു പറഞ്ഞ വാക്കല്ലേ ഇത്. നമുക്ക് ഒറിജിനൽ പേര് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാവൂല. മുടന്തൻ നാസർ, നാസർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ മുടന്തൻ നാസർ, അയാൾക്ക് കാലിൽ ചെറിയൊരു മുടന്തുണ്ട്, അത് വെച്ചിട്ട് കളിയാകാം. മുടന്തൻ നാസറിന്റെ വീടിന്റെ ഇടത് സൈഡിലാണ് എന്റെ വീട്, അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പറയണം, അങ്ങനെ വിളിക്കരുത്. നമുക്ക് അല്ലാഹു ഒരു നല്ല പേര് തന്നിട്ടില്ലേ, ആ പേരിട്ട് വിളിക്കണം. അങ്ങനെ മോശമായ പേരിട്ട് വിളിക്കരുത്. അല്ലാഹു പറഞ്ഞ വാക്കായത്. അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ തൗബ ചെയ്യണം. ഇതൊക്കെ തൗബ ചെയ്യാൻ അല്ലാഹു പറയുന്നത്. റമദാനിന് മുമ്പ് ഇതൊക്കെ തർത്തീബാക്കിയിട്ട് തൗബ ചെയ്തോളി. പരിഹസിക്കരുത്, ചീത്ത വിളിക്കരുത്, തെറി വിളിക്കരുത്. അതേപോലെ നമ്മൾ കളവ് പറയിച്ചരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വയലന്മാര് ഞങ്ങളെ പോലെ വയലന്മാര് ജനങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടിട്ട് കളവ് പറഞ്ഞിട്ട് ചിരിപ്പിക്കും. വൈലുൽ ലിമൻ യുഹദ്ദിസു ലിയുൽഹിക ബിൽ ഖൗമ വൈലുൽ ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു. 3 പ്രാവശ്യം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ് കെട്ടിച്ചമച്ചുണ്ടാക്കി ജനങ്ങളെ ചിരിപ്പിച്ച് കളവ് പറയുന്നവൻ 3 പ്രാവശ്യം നബി തങ്ങൾ പറഞ്ഞു, അവന് നരകമാണ്, അവന് നരകമാണ്, അവന് നരകമാണ്. 3 പ്രാവശ്യം. തമാശയ്ക്ക് പോലും ചിരിപ്പിക്കാൻ പോലും കളവ് പറയാൻ പാടില്ല. ഏപ്രിൽ ഫൂൾ, ഏപ്രിൽ 1-ാം തീയതി നേരം വെളുത്ത് എഴുന്നേറ്റ ഉടനെ കളവ് പറഞ്ഞുകൊണ്ട് തുടങ്ങും നമ്മള്. പക്ഷേ രസമല്ല, ചുമ്മാ ടൈം പാസ്. إن الرجل لا يتكلم بكلام الناس لا يرى بها إلا بأسا يهوي به 70 خريفا من النار أو كما قال عليه السلام. ഒരാൾ സംസാരിക്കുന്ന സംസാരം കേവലം ഒരു രസത്തിന് വേണ്ടി, അവൻ ഒരു തമാശയ്ക്ക് ഒരു കളവ് പറഞ്ഞു, 70 വർഷം നരകത്തിൽ കിടക്കണം നബിയുനാ റസൂലുള്ളാഹി. ഏപ്രിൽ ഫൂൾ, ലോക വിഡ്ഢി ദിനം. അന്ന് ആളുകളെ വിഡ്ഢിയാക്കലാണ്. ഇവനാണ് യഥാർത്ഥ വിഡ്ഢി. ഈ വിഡ്ഢിയാക്കാൻ പോകുന്നവനാണ് വിഡ്ഢി. കാരണം എന്താ? നാളെ നരകത്തിൽ കിടക്കണം ഈ കളവ് പറഞ്ഞതിന്റെ പേരിൽ. കച്ചവടത്തിൽ കളവ് പറയരുത്. സാധനം വിൽക്കുമ്പോ കളവ് പറയരുത്. കളവ് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് 5 കാര്യം നോമ്പ് മുറിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം അൽ കദിബ്, കളവ് പറയാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് സത്യസന്ധന്മാരോടൊപ്പം നിങ്ങൾ സഹവസിക്കണേ. കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാകണം കേട്ടോ. വാക്കല്ലേ, എത്ര വലിയ വാക്കായത്. അതുകൊണ്ട് കളവ് പറയരുത്. നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കണം. കുട്ടികളൊക്കെ കളവ് പറഞ്ഞങ്ങ് പഠിച്ച് ശീലിച്ചു പോയി. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ട് അങ്ങ് ശീലിച്ചു പോയി. കളവ് പറയരുത്. കളവ് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകളും നോമ്പും ഒന്നും വേസ്റ്റ് ആണ്, സ്വീകരിക്കൂല. എന്തിനിങ്ങനെ കളവ് പറഞ്ഞിട്ട് അല്ലാണ്ടൊക്കെ പോകുന്നത്? കഴിവതും കളവ് പറയാൻ പാടില്ല. രണ്ടാമത് ഗീബത്താണ്. ഒരാളെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക. ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹു അക്ബർ. നമ്മൾ മൊത്തം ഗീബത്ത്, അതാണ് നമ്മളെ അമലൊക്കെ പോന്ന് പറയാൻ. ഗീബത്ത് എന്താ? ഒരാളിൽ ഉള്ള കാര്യമാണല്ലോ നബിയെ ഞങ്ങൾ ഈ പറയുന്നത്. അതെ, ഒരാളിൽ ഉള്ള കാര്യം പറയലാണ് ഗീബത്ത്. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അത് അപരാധമാണ്. ഉള്ള കാര്യം പറയലാണ് ഗീബത്ത്. അതുകൊണ്ടാ പറഞ്ഞത് ഖൂലു ഖൗലൻ സദീദാ. ഒരു സംഭവം പറഞ്ഞു തരാം. ഹദീസിൽ നോക്കിയാൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കള്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബാക്കള് ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ പുറത്തേക്ക് പോയപ്പോ അവർക്ക് ഭക്ഷണം ഒരുക്കി വെക്കാൻ ഒരു പ്രത്യേകമായ ഒരു കുക്കിനെ ഏർപ്പാട് ചെയ്തിരുന്നു. അവര് പാതിരാത്രിയായി ദീനിന്റെ പ്രബോധനങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ആ കുക്ക് ഉറങ്ങിപ്പോയി. ഭക്ഷണം ഉണ്ടാക്കില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു വിശന്നിട്ടാണ് വന്നത്. ഭക്ഷണമില്ല. ആളെ ഉറങ്ങിപ്പോയി. പിന്നെ അദ്ദേഹത്തെ വിളിച്ച് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു വിട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയിട്ട് പറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയിട്ട് പറ, ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടക്കുകയാണ്. അദ്ദേഹം പോയി. ആ കുക്ക് പോയി. ആ ഭണ്ഡാരി, ചാപ്പാട് വെക്കുന്ന ഉസ്താദ്, അദ്ദേഹം നേരെ നബി തങ്ങളുടെ അടുക്കിലേക്ക് പോയി. പോയ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, അയാൾ ഒരു വല്ലാത്ത പണിയല്ലേ കാണിച്ചത്. നമ്മളെ ചാപ്പാട് വെച്ച സാർ തരേണ്ട സമയത്ത് ആൾ കിടന്ന് ഉറങ്ങിക്കളഞ്ഞല്ലോ. ഇതേ പറഞ്ഞോളൂ സംഭവം.
നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട സമയത്ത് അദ്ദേഹം കിടന്ന് ഉറങ്ങിപ്പോയല്ലോ. നബി തങ്ങളുടെ അരികിലേക്ക് ഈ സ്വഹാബി എത്തിയപ്പോ നബി ഇങ്ങനെ ഒരു സംഭവം എന്നൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് അവര് വിശക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞു, അബൂബക്കർ ഉമറിനോട് പോയി പറ അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറ. തിരിച്ച് അദ്ദേഹം വന്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന്. ഇവർക്കൊന്നും മനസ്സിലായില്ല. ഉടനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ ഇല്ല നബിയെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി വെച്ചു, പക്ഷേ അദ്ദേഹം ഉറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ നിങ്ങൾ അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു ഗീബത്ത് പറഞ്ഞില്ലേ? അദ്ദേഹം ഉറങ്ങിപ്പോയെന്നേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ആ പണ്ടാരക്കാലം അവൻ മോശമായിരുന്നു, ഇവനെയൊക്കെ എന്തിനാണ് ഈ കുക്കാട്ട് ഇവിടെ എടുത്തത്, ഇവനെ വെറുതെ ശമ്പളം കൊടുത്തിട്ടേക്കുന്നത് വെറുതെ ആയി, ഇതൊന്നും പറഞ്ഞില്ല. അയാളെ ഉറങ്ങിപ്പോയല്ലോ എന്നൊരു വാക്ക് പറഞ്ഞില്ലേ, അത് ഗീബത്തായി പോയി. അതിലൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങളുടെ പല്ലുകൾ അതിന്റെ ഇറച്ചിയിരിക്കുന്നത് ഞാൻ കാണുന്നു. ആലോചിച്ച് നോക്കി, നമ്മളപ്പോ വല്ല നമ്മുടെ ഇബാദത്ത് വല്ല ശരിയാവോ? ഇതിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിൽ കല്ലെടുത്തിടുന്നത്, സംസാരിക്കാതിരിക്കുക. അതാ ഏറ്റവും നല്ലത്. ഉത്തമമത മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ? നിങ്ങളുടെ വാ തുറന്നാൽ നല്ലത് പറ, ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരി. ആഖിബത്ത് മോശമാവും. ഇന്നക ലാ തദ്രി ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. എന്താണ് ഇവൻ സംസാരിച്ചതെന്ന് അറിയാൻ പറ്റാതെ അവസാനം മരിക്കുമ്പോൾ മോശമായി പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മഹുല്ല പറഞ്ഞു, നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കും. ജസ്റ്റ് ഒന്ന് ചിന്തിക്ക്, ഞാൻ ഈ പറയുന്നത് ജനങ്ങൾക്ക് പറ്റിയതാണോ, ഉൾക്കൊള്ളാൻ പറ്റിയതാണോ ഇല്ലെന്ന് ചിന്തിച്ചിട്ടേ സംസാരിക്കാവൂ. എടുത്ത് ചാടി സംസാരിക്കാൻ പാടില്ല. ഇതിനാണ് വെള്ളിയാഴ്ച താക്കി തരുന്നത്, റമദാൻ മാസമാകുമ്പോൾ നമ്മുടെ വായിന്ന് വരുന്നത് എന്തായിരിക്കും? പള്ളികൾ, ഞാൻ എത്രയോ പള്ളിയിൽ ഹത്യമായിട്ടിരുന്ന ആളെ ഇപ്പോൾ ഇരിക്കുന്ന ആളെ കാണുന്നതുകൊണ്ടായി പറയുന്നത്. റമദാൻ മാസമാകുമ്പോൾ 2 സ്ഥലത്താണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ സബർ ചെയ്യാൻ പറഞ്ഞത്. 2 സ്ഥലത്താണ്, ഒന്ന് റമദാൻ, 2 ഹജ്ജ്. ഈ 2 സമയം നമുക്ക് പ്രഷർ കയറുന്ന സമയമാണ്. അതുകൊണ്ടാണ് ക്ഷമയുടെ പ്രതിഫലം സ്വർഗം. ആ സ്വർഗം വേണോ? നീ ക്ഷമിക്കണം. റമദാൻ ക്ഷമയുടെ മാസമാണ്. ഷഹറുൽ മുവാസാത്ത്, പരസ്പരം സ്നേഹത്തിന്റെ മാസമാണ്. അവിടെ നമ്മൾ കടിച്ചു കീറലല്ല വേണ്ടത്. ഒരാള് നിന്നെ ഇദാ സബഹതുകും ഫൽയഖുൽ ഇന്നി സായിം, നിന്നെ ഒരാൾ തെറി വിളിച്ചു, നീ പറ പ്ലീസ് ഞാൻ നോമ്പുകാരനാണ്. അല്ലാതെ തിരിച്ചു വിളിക്കലല്ല വേണ്ടത്. നിന്നെ ഒരാൾ ആക്ഷേപിച്ചു, പ്ലീസ് ഞങ്ങൾക്ക് റമദാനാണ്, നോമ്പാണ്. നമ്മളിതെല്ലാം എന്തിനാ ഈ റമദാൻ 30 ദിവസം പ്രാക്ടീസ് ചെയ്യുന്നത്? കാണാടാ, ഇത് കഴിയട്ടാ, ഷോവാലാവട്ടെ, ഞാൻ കാണിച്ചു തരാം. നീ എന്നെ ഇപ്പൊ വിളിച്ച് 2023 വിളിച്ചേ, 24 ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നോമ്പ്, ഇത് കഴിയട്ടെ, നോമ്പ് ഇത് കഴിയട്ടെ. ഈ റമദാനിൽ 30 ദിവസം നമുക്ക് പ്രാക്ടീസ് എന്തെന്നറിയോ? നിന്നെ അല്ലാഹു തആല സർവീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഹലാലായ ഭാര്യ ഉണ്ടായിട്ട് രഹസ്യത്തിലും പരസ്യത്തിലും നീയും അവളും മാത്രമേ ഉള്ളൂ, തൊടുക പോലും ചെയ്യൂല നമ്മൾ. അല്ലാഹ് ഇപ്പോൾ നോമ്പ് ഇതെന്തിനാണ്? ഈ ഹലാലിനെ അല്ലാഹു നിനക്ക് ഹറാമാക്കിയത് എന്തിനാണ്? ഈ റമദാൻ കഴിഞ്ഞാൽ ഒരു ഹറാമിനെ നീ ഹലാലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് നീ പോകാൻ പാടില്ല. അതിന് ഹലാലായതിനെ അല്ലാഹു തആല നിനക്ക് ഹറാമാക്കി മാറ്റിയാണ് പ്രാക്ടീസ്. ഈ കൊടും ചൂടിൽ നീ ക്ഷീണിച്ച് അവശനായി ദാഹിച്ചു വരുമ്പോ ആരുമില്ല, ഞാൻ എന്റെ ഫ്ലാറ്റിൽ ഒറ്റക്കാണ്, ഫ്രിഡ്ജിൽ നല്ല വെള്ളമുണ്ട്, ആരും കുടിക്കൂല. കാരണം എനിക്ക് നോമ്പാണ്. എത്ര ക്ഷീണിച്ച് വന്നാലും ഒരുപക്ഷെ നമ്മൾ പോയി ഷവർ ഓണാക്കിയിട്ട് കുറച്ചൊന്ന് കുളിക്കും, അല്ലെങ്കിൽ ഫാൻ ഓണാക്കി, അല്ലെങ്കിൽ AC ഓണാക്കിയിട്ട് അവിടെ കിടക്കുമെന്നല്ലാതെ ആരുമില്ല എങ്കിലും ഹലാലായ ഫ്രിഡ്ജിൽ ഹലാലായ വെള്ളം ഇരുന്നാൽ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ കുടിക്കൂല. എന്ത്? അല്ലാഹയെ പേടിച്ചിട്ട്, ഈ റമദാനിനെ പേടിച്ചിട്ട്. ഇത് നിനക്കല്ല പ്രാക്ടീസ് ചെയ്യുന്നു. ഈ റമദാൻ കഴിഞ്ഞിട്ട് ഹറാമിന്റെ ഒരു ഗ്ലാസ് വെള്ളം നീ കുടിക്കരുത്, നിന്റെ പള്ളയിൽ പോകരുത്. അതിന് അല്ലാഹു നൽകുന്ന ഒരു പ്രാക്ടീസാണിത്. രഹസ്യത്തിൽ അവൻ എത്ര സൂക്ഷിക്കുന്നു, ഇതേപോലെ സൂക്ഷിക്കണം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. രഹസ്യത്തിലും അദൃശ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് ഉന്നതമായ പ്രതിഫലം.
അതിനാണ് റമദാൻ, അതിനാണ് പ്രാക്ടീസ് നമുക്ക് അല്ലാഹു തആല നൽകുന്നത്. ചീത്ത വിളിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, മോഷണം നടത്താൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല, അന്യ പുരുഷന്മാരുടെ ചങ്ങാത്തം പാടില്ല. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന മാസം റമദാൻ. ഈ ഒരു മാസം കൊണ്ട് നമ്മളെ പ്രാക്ടീസായി. കൂടുതൽ തിന്നാൻ പാടില്ല, കൂടുതൽ ഇബാദത്ത് എടുക്കണം. ഇതൊക്കെ നമുക്ക് ഒരു റമദാൻ എന്തെല്ലാം നമുക്കുള്ളത്. നമ്മളിത് മൊത്തം അടിച്ചു കയറ്റിയിട്ട് രാവിലെ ഓടുകയാണ്. എന്താ ഓട്ടം? പണ്ടൊക്കെ ആണുങ്ങളെ ഓടുകയുള്ളായിരുന്നു സുബഹിക്ക്, ഇപ്പൊ പെണ്ണുങ്ങളെ ഓടുന്നത്. എന്താ ഓട്ടം! സുന്നത്ത് നോമ്പെടുത്തൂടെ, സുന്നത്ത് നോമ്പെടുത്തൂടെ, അയ്യാമുൽ ബീളിന്റെ 3 നോമ്പെടുത്തൂടെ, എല്ലാ മാസവും തിങ്കൾ വ്യാഴം നോമ്പെടുത്തൂടെ. എത്രയോ കളാണ് നമ്മുടെ സഹോദരിമാർക്ക്. നമ്മുടെ പ്രായപൂർത്തിയെത്തിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ എത്രയോ നോമ്പുകൾ കളാ കാണും. അവരെ കൊണ്ട് നോമ്പെടുപ്പിച്ചൂടെ? ഈ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ നോമ്പെടുത്തിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് പാതിരാത്രി അള്ളാഹയോട് പൊട്ടിക്കരഞ്ഞാല് നമ്മുടെ രോഗമൊക്കെ അള്ളാഹ് ശിവയാക്കി തരും. ഈ കിടന്ന് ഹൈവേ റോഡിൽ കൂടെ ഓടാൻ നിൽക്കണ്ട. ഹൈവേ റോഡിൽ ഓടുമ്പോൾ ടിപ്പറുകാരൻ രാവിലെ ലോഡ് എടുക്കാൻ പോകുന്ന മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ പോകുന്ന പോലെ അവൻ പോകുന്നത്. സുബൈദാടെ മോളിൽ കൂടെ കയറി പോകുന്നത് വണ്ടി. പാവം അവൾ ഓടുന്ന എന്തിനാ? കുറച്ചുനാളൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തായി? ആളെ തിരിച്ചു വരുന്നില്ല. ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ്. പോയി നടക്കുമ്പോൾ ദാ അവിടെ കിടക്കുന്നു. എത്രയോ പേര് രാവിലെ ഓടുന്നു, പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. അതാ കിടക്കും. ഷട്ടിൽ ബാറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചു വീഴുന്നു, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴുന്നു, നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴുന്നു, ജിമ്മിൽ പോകുമ്പോൾ മരിച്ചു വീഴുന്നു. ഹബീബെ, മരണത്തിന്റെ സമയത്തുമ്പോൾ മരിക്കും. എത്ര ഓടിയിട്ടും ചാടിയിട്ടും കാര്യമൊന്നുമില്ല. അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ രോഗമൊക്കെ മാറും. അതൊക്കെ എല്ലാം ഇന്ന് മിഷ്യൻ ആയിപ്പോയി. അതാ പ്രശ്നം. പണ്ട് പെണ്ണുങ്ങൾ നല്ല കഴിവ് വരുന്നല്ലോ. ഹലോ, പണ്ട് പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് തുണിയൊക്കെ അടിച്ച് പിഴിഞ്ഞ് ഇങ്ങനെ അടിച്ച്, അപ്പൊ തോളിനും കുഴപ്പമില്ല, ശരീരത്തിനും കുഴപ്പമില്ല, ഒന്നുമില്ല. ഇപ്പൊ എല്ലാം മറ്റേ വാപ്പാടെയും ഉമ്മാടെയും ഉമ്മുമ്മാടെയും കുഞ്ചിന്റെയും ഇളയതിന്റെ ന്യൂ ബോൺ ബേബി ഓൾഡ് ബോയ് എല്ലാം കൂടെ വാപ്പാടെ ഉമ്മാടെ ഡ്രസ്സിലാവും, ഉമ്മാടെ വാപ്പാടെ ഡ്രസ്സിലാവും, കുഞ്ഞുങ്ങളുടെ ഉപ്പുപ്പാന്റെ ഡ്രസ്സിലാവും, ഉപ്പുപ്പാടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിലാവും, എല്ലാം കൂടെ കലക്കി കൂട്ടി പിഴിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവച്ച് സൈഡിൽ അഴുക്ക് കാണും, അവിടെ അഴുക്ക് കാണും, ഇവിടെ അഴുക്ക് കാണും. ചുമ്മാ ഒന്ന് ജസ്റ്റ് അസുഖത്തോട് അസുഖം. പണ്ട് ഞാൻ നല്ല അരച്ച് പെണ്ണുങ്ങള് എന്ത് റാഹത്തായിരുന്നു. ഉമ്മമാരെ കാണല്ലോ ഇവിടെ. നല്ല മട്ടൻ കൊടുത്താൽ തിന്നുന്ന കാണാം. ഒരു കുഴപ്പമില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. 25 വയസ്സ് 30 വയസ്സുള്ള പെണ്ണ് തിന്നാൻ പറ്റുമോ? കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഇല്ലാത്ത അസുഖം മൊത്തം ഉണ്ട്. ഓരോ കല്യാണ വീട്ടിൽ പോകുമ്പോൾ കിളവനും കളവനും അടിക്കുന്ന അടി കണ്ടാൽ നമുക്ക് അറ്റാക്ക് വരും. എന്താ തിന്നുന്നത്? ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ. പണ്ട് അവർ കഷ്ടപ്പെട്ടതാണ്. അവരൊക്കെ പ്രസവിച്ച് എത്ര 10ഉം 12ഉം പ്രസവിച്ചു. ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ പോയവര്? അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഏത് ബൈസ്റ്റാൻഡാ വന്നത്? ഏത് പതിച്ചിയ എന്താ പറയാ ആ പ്രസവം എടുക്കുന്ന പെണ്ണ് ആരാ വന്നത്? അവർ ഏത് ഹോസ്പിറ്റലിലാ പോയത്? ഏത് ഗൈനക്കോളജിയാ കണ്ടത്? അവർ ഏത് ഭക്ഷണമാ കഴിച്ചത്? അവർ തന്നെ പ്രസവിച്ചോണം, അവർ തന്നെ തുടച്ചെഴുന്നേറ്റോണം, അവർ തന്നെ കുളിച്ചോണം, അവർ തന്നെ കുഞ്ഞിനെ വളർത്തിക്കോണം. മുമ്മമാര് പണ്ടത്തെ കാലഘട്ടത്തിൽ അവര് തൂത്തുവാരിയിരുന്നു. അവര് ഊതി അടുപ്പിൽ ഊതിയാണ് അവര് പാചകം ചെയ്തിരുന്നത്. അപ്പൊ അവളുടെ ബ്രീത്ത് ശരിയാവും. ഊതുമ്പോ ബ്രീത്ത് ശരിയാവും. കുഞ്ഞു കിടന്നൂതും. ചെറിയ അടുപ്പുകളാണ്. ഇന്ന് എവിടെ ആരോട് ടിഷ്യൂ 2 വെടി വെക്കുമ്പോഴത്തേക്ക് തീ കത്തിയില്ലേ? എത്ര എളുപ്പന്ന കാര്യം. റാഹത്തായില്ലേ? സംഭവം ശരിയല്ലേ? കഷ്ടപ്പെട്ട് ഇങ്ങനെ അരയ്ക്കുന്ന മറ്റേത് എല്ലാം കൂടെ കറിയായി, മീൻകറി വേറെ, മുട്ടക്കറി വേറെ, എല്ലാം അവലൂസ് പൊടി എല്ലാം ഓക്കെ ആയി. ഇവക്ക് എന്താ ജോലി? എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇടുക, ഇങ്ങനെ ഇങ്ങോട്ട് ഇടുക, തീർന്നു. എന്നിട്ട് ഉള്ള അസുഖം മൊത്തം വെച്ചിട്ട് രാവിലെ പുതുക്ക് എന്ന് പറഞ്ഞുള്ള ഓട്ടാണ്. എന്തിനായി ഓടുന്ന എന്റെ പൊന്നുമങ്ങളെ? വീട്ടിലെ പണി പഴയതുപോലെ എടുത്തു നോക്കും നിങ്ങൾ. ഒരസുഖം വരൂല. ഭാര്യയുടെയും ഭർത്താക്കന്മാരുടെ വസ്ത്രങ്ങളൊക്കെ നല്ലപോലെ ഒരു കല്ലിൽ കൊണ്ടുപോയി ഇടിച്ച് ഇങ്ങനെ കഴുകി വൃത്തിയാക്ക്. ഇതൊക്കെ ഒന്ന് മാറ്റിവെയ്. ഈ ആധുനിക ഈ ടെക്നോളജി എല്ലാം ഒന്ന് മാറ്റിവെക്ക്. ഇതാണ് ഈ അസുഖം പിടിച്ചത്. പണ്ടുള്ളവർക്ക് ഈ അസുഖം ഒന്നുമില്ല. ഈ പണിയെടുത്തിരുന്നവര് മൊത്തവും ഒന്നും ഓടാനൊന്നും പോയി ഓടിയ നടന്ന ചരിത്രമൊന്നും പണ്ട് കാണാനേ ഇല്ല. നമ്മൾ കണ്ടിട്ടില്ല പണ്ട് ഇങ്ങനെ ആളുകൾ നടക്കുന്നത്, ഓടുന്നൊന്നും. കാരണം അത്രയ്ക്കും പണിയുണ്ട്. വീട്ടിലെ പണിയുണ്ട്. നല്ല തൂത്തുവാരി അടിച്ച് തൂത്തുവാരി വൃത്തിയിരുന്നു. ഇന്നിപ്പോ എന്താ മുറ്റമില്ലല്ലോ, എല്ലാം ഇന്റർലോക്ക് ചെയ്തിരിക്കല്ലേ. പിന്നെ അവിടെ തൂക്കാനാ സംഭവം? ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ രാത്രി എഴുന്നേറ്റ് നമ്മുടെ ആഫിയത്തിനോട് ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ ഓരോ സമയത്തും അള്ളാഹുവോട് ചോദിക്കണം, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, ലാ ഇലാഹ ഇല്ലാ അന്ത. അല്ലാഹ് എന്റെ കണ്ണിന്, എന്റെ കാതിന്, എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് താ പടച്ചവനെ. നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാ മക്കളെ.
കൊറോണ വരുന്നതിന് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ് വൽ ജുനൂൻ വൽ ജുദാം വമിൻ സയ്യിൽ അസ്ഖാം. വെള്ളപ്പാണ്ട്, അല്ലാഹുവേ പടച്ചവനെ കുഷ്ഠരോഗം, പടച്ചവനെ ക്യാൻസർ, ജനങ്ങൾ വെറുക്കുന്ന രോഗം, ഇതിൽ നിന്നെല്ലാം നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാ 2023 കൊറോണ, 2018 കൊറോണ വന്നപ്പോൾ എല്ലാ പള്ളിയിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ് വൽ ജുനൂൻ വൽ ജുദാം വമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, അല്ല, നേരത്തെ നിങ്ങൾ ചോദിക്കണം. അള്ളാന്റെ റസൂല് എല്ലാ സമയവും ഏത് നമസ്കാരം കഴിഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ് സല്ലല്ലാഹ അൽ അഫ്വ വൽ ആഫിയ. ആഫിയത്തിന് വേണ്ടി അല്ലാഹുവോട് നിങ്ങൾ ചോദിക്കാൻ നബി തങ്ങൾ നമ്മളോട് പറഞ്ഞു. ആര് ചോദിക്കുന്നു? ആഫിയത്ത് അല്ലാഹ്, ആഫിയത്ത് അല്ലാഹ്. മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴല്ല, ഐസിയുവിൽ കിടക്കുമ്പോഴല്ല ചോദിക്കേണ്ടത്. ആരോഗ്യ ദൃഢഗാത്രരായി നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അല്ലാഹുവോട് ചോദിക്കണം, പടച്ചവനെ നീ എനിക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ മൗത്തിൽ ഫുജാ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു പടച്ചവനെ. നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്ന ദുആയാണ്. നമ്മൾ ചോദിക്കണം അല്ലാഹുവോട്, പടച്ചവനെ പെട്ടെന്നുള്ള മരണം രക്ഷിക്കണേ അല്ലാഹ്, ആഫിയത്ത് തരണേ അല്ലാഹ്, ആരോഗ്യം തരണേ അല്ലാഹ്. ചോദിക്കാൻ സമയമില്ല, ഓടാൻ സമയമുണ്ട്, ചോദിക്കാൻ സമയമില്ല. ചോദിക്കും, നിസ്കരിച്ചിട്ട് ചോദിക്ക്, ഖുർആൻ ഓതിട്ട് ചോദിക്ക്. ഖുർആൻ ഓതിയോ? ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് കദിബ്, കളവ് പറയരുത്, ഗീബത്ത് ഒരാളെ കുറിച്ച് പറയരുത്, നമീമത്ത് ദൂഷണം, ഏഷണി ഉണ്ടാക്കാനുള്ള വലിയൊരു സമാജം പെണ്ണുങ്ങൾക്കുണ്ട്. അയൽക്കൂട്ടവും കുടുംബശ്രീയൊക്കെ ഉണ്ട്. ബർക്കത്തായ മജ്‌ലിസ്, എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്നോണ്ട് എല്ലാം അടിച്ചോളും. ആര് ഒളിച്ചോടിപ്പോയി, ആര് പോകാൻ പോകുന്നു, ആര് റെഡിയാക്കി ഇരിക്കുന്നു, ആര് ഓൺലൈനിലുണ്ട്, ആര് ഇല്ല, ഇന്നലെ രാത്രി അവരെ വീട്ടിൽ വന്നാരാ, ഇന്നലെ അവിടുന്ന് പറന്നുപോയ കാക്കയേതാ, ഇത് മുഴുവനും ചർച്ച ചെയ്യുന്നത് ആ പാടത്തിൽ നിന്നിട്ടാണ്. ഉസല്ലീലിൽ ജമാഅത്തി കുടുംബശ്രീ കൂടിയിരുന്നിട്ട് എല്ലാവരും കൂടെ മുബാറക്കായ മജ്‌ലിസാണ്. അവിടെ ഇരുന്നിട്ടാണ് എല്ലാ ഫിത്നയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പാണ്ടിക്കാരന്മാർ കൊണ്ടുവരുന്ന പൈസ മേടിച്ചിട്ട് പലിശയ്ക്ക് കൊടുക്കലും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലിശയ്ക്ക് കൊടുക്കുക. 10,000-20,000 ഒക്കെ മേടിച്ചിട്ട് ചിട്ടി എന്ന് പറഞ്ഞ പലിശയുടെ ചിട്ടി, ഹലാലായി ചിട്ടിയുണ്ട്. അതൊക്കെ ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കുക.